നിസ്തുല്യനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പവിത്രമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘനാളുകൾക്ക് ശേഷമാണ് ഇത്രയും വിപുലമായി ക്രമീകരിക്കപ്പെട്ട ഒരു സുവിശേഷ യോഗം ഈ പ്രദേശത്ത് നടക്കുന്നത്. അഞ്ചീട്ടിയുടെ പ്രദേശത്ത് ദൈവവചനം ഇനിയുള്ള 3 ദിവസങ്ങൾ ശക്തമായി മുഴങ്ങേണ്ടതിന് വേണ്ടി നാം ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ളത് ഈ ദേശത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. 1-ാം ദിവസത്തിൽ നാം ഈ കൺവെൻഷൻ പാട്ടോടുകൂടെ ആരംഭിക്കാനായിട്ട് പോകുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. തുടർന്ന് പ്രിയ ജയ്സൺ ബ്രദറിൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു കൊയർ, ഒരു മ്യൂസിക് ടീം നമ്മളോട് കൂടെയുണ്ട്. ശ്രുതിമധുരങ്ങളായിട്ടുള്ള ആത്മീക ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തുടിപ്പുകളാണ്. ദൈവഭക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാരാൽ വിരചിതമായ ആ ഗാനങ്ങൾ ഏത് കൂരിരുൾ താഴ്വരയിലും പ്രതിസന്ധികളിലും നമുക്ക് ആശ്വാസം പകരുന്ന ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോകുകയാണ്. അതിനു മുമ്പ് ഞാൻ പേര് വിളിക്കുന്ന ദൈവദാസന്മാർ ദയവായി ഈ സ്റ്റേജിലേക്ക് കയറി വരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഐസക് സാറ്, അതുപോലെ ജോൺ വരാക്കര സഹോദരൻ, ഉണ്ണിച്ചേട്ടൻ, അതുപോലെ ശ്യാമചേട്ടൻ, ഈ സഹോദരന്മാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഈ സഭയിലെ ശ്യാമചേട്ടൻ പ്രാർത്ഥിച്ച് നമ്മൾ ഗാനങ്ങൾ കേൾക്കാനായിട്ട് പോകുകയാണ്. പ്രിയ സഹോദരനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവദാസനായ അപ്പോസ്തലൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ 11 പേരോടുകൂടെ നിന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ശക്തമായി അഞ്ചീട്ടിയിൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഇപ്പോൾ പ്രിയ ശ്യാമചേട്ടനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നത്തിനുമായ ഞങ്ങളെ സ്വർഗപിതാവേ, അനുഗ്രഹപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. കഴിഞ്ഞുപോയ നാളുകൾ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതും പ്രകാരം ഇന്ന് ഇവിടെ ഒരു യോഗം നടക്കുവാൻ തക്കണം വലിയവനായ ദൈവം അവിടുന്ന് കൃപ ചെയ്തോർത്ത് നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പ്രദേശത്തെ അവിടുത്തെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രദേശത്തിന് ആവശ്യമായ വചനം ഇന്ന് കേൾക്കുവാൻ തക്കണം അവിടുത്തെ ദാസനെ കൂടുതൽ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് അവിടുത്തെ കൃപ ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അവിടുത്തെ ദാസനെ അവിടുത്തെ കൈകളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ദൈവകൃപയിലും വചനം സംസാരിക്കുവാൻ തക്കണം ഇന്ന് അവിടുത്തെ കർത്താവിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിന് ആവശ്യമായ വചനവും കൊടുക്കുവാൻ തക്കണം അത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ട് പാടുന്നതും വായിക്കുന്നതും എല്ലാം ദൈവകൃപയാൽ ആയിരിക്കും തൊക്കണം അവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രദേശത്തിന് ആവശ്യമായ വചനം കൊടുക്കുവാൻ അവിടുത്തെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, കാലാവസ്ഥ ഞങ്ങൾക്ക് പ്രകൃതി മേൽ അധികാരമുള്ള കർത്താവിൻ്റെ ആ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായി തരുവാൻ തൊക്കണം പ്രിയപിതാവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഹിക്കും അതുപോലെയുള്ള വിവരണങ്ങളെല്ലാം പ്രവർത്തിക്കുവാൻ തൊക്കണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ തൊക്കണം കേൾവിക്കാരായി ധാരാളം പേര് കടന്നു വരുവാൻ തൊക്കണം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവർക്ക് കർത്താവെ അവിടുത്തെ കൃപ ധാരാളമായി ചൊരിഞ്ഞുകൊണ്ട്
അവരെ നിന്നെ അങ്ങേ അറിയുവാൻ തൊക്കെയാണോ അത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് കർത്താവെ അനുവദിച്ചു തന്ന വലിയ കരുണയോർത്ത് നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. ഈ പ്രദേശത്തിന് ആവശ്യമായ വചനം അവിടുത്തെ ദാസനെ കൂടി കൊടുപ്പാൻ അവിടുന്ന് സഹായിക്കണം കർത്താവേ. ആ വചനം മുഖാന്തരം ഈ പ്രദേശത്തിന് അനേകരെ അങ്ങേ അറിയുവാൻ തൊക്കെയാണ് സ്വർഗീയ അവകാശികളായി തീരുവാൻ, അനേകരെ പേരുകളെ സ്വർഗത്തിൽ എഴുതുവാൻ ഇന്നത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. പാട്ട് പാടുന്നതും വായിക്കുന്നതും എല്ലാ ഇൻസ്ട്രുമെൻറ്റും അവിടുന്ന് കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമത്തിനായി തീരുവാൻ തൊക്കണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന ദാസനെ ഒരിക്കൽ കൂടെ അവിടുത്തെ കൈകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കണം. കർത്താവെ ധാരാളം പേര് കടന്നു വന്ന് വചനം കേൾക്കുവാൻ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ കാതിയോടന്ത് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിനെ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചിലരെങ്കിലും സ്വർഗീയ വാസികളായി തീരുവാൻ അവിടുന്ന് മനസ്സറിയണമേ പിതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് തന്നെയോട് തിരുനാമത്തിന് സ്തോത്രം. സകലവും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ സായം സന്ധ്യയിൽ പൂമല വെസ്റ്റ് ബ്രദറൻ ചർച്ച് അണിയിച്ചൊരുക്കിയ ഈ സുവിശേഷ യോഗത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇന്നു മുതൽ 3 ദിവസം നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ സംഗീത ശുശ്രൂഷയുമായി നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്കും ഒരവസരം തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രാവശ്യവും കുടുംബമായി കടന്നു വരുവാൻ, നിങ്ങളോട് ഒരുമിച്ച് യേശുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മോൺസൺ ഐസക് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ആദ്യഗാനം എങ്ങനെ ആരംഭിക്കുന്നു. കർത്താവിനെക്കുറിച്ച് ഏത് സമയത്തും പാടുന്നതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചെടുത്ത് ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആനന്ദം. അതിൻ്റെ കാരണം ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും അതെല്ലാം പരിഹരിക്കുന്ന നല്ലൊരു ദൈവം ഉണ്ടെന്ന് അവൻ്റെ ജീവിത അനുഭവത്തിലൂടെ അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ട, എന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര പാടിയാലും പറഞ്ഞാലും മതി വരില്ല. ഈ അർത്ഥം വരുന്നൊരു മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു.
പാടും பொழுதெல்லாம் ஆனந்தமே என்னுள்ளத்தில் எழுகின்ற இறையேசுவே நினைவாகி உணவாகி உயிராகியே என் நீங்காத நிழலாகும் பேரின்பம் நீ நீங்காத நிழலாகும் பேரின்பம் நீ உனை பாடும் பொழுதெல்லாம் ஆனந்தமே. என் தாயின் கருப்பையில் உருவாகும் முன்னாலே நீ தானே என்னை நினைத்தாய். என் தாயின் கருப்பையில் உருவாகும் முன்னாலே நீ தானே என்னை நினைத்தாய். என் பேரை உன் கையில் அழியாத நினைவாக நீ தானை பொறித்து வைத்தார். என்னை விட்டு விலகுவதில்லை நீ என்னை கைவிடுவதுமில்லை. கண்ணிமையாக சிறகாக அனைத்தென்னை காக்கின்ற உனை பாடும் பொழுதெல்லாம் ஆனந்தமே என் உள்ளத்தில் எழுகின்ற இறையேசுவே நினைவாகி உணவாகி உயிராகியே என் நீங்காத நிழலாகும் பேரின்பம் நீ நீங்காத நிழலாகும் பேரின்பம் நீ உனை பாடும் பொழுதெல்லாம் ஆனந்தமே. சுமையாலே மனம் சோர்ந்து அழுகின்ற நாளெல்லாம் ஆறுதல் உன் வார்த்தைகள். சுமையாலே மனம் சோர்ந்து அழுகின்ற நாளெல்லாம் ஆறுதல் உன் வார்த்தைகள். தீமை காக்கும் கிழி போல என்னை சூழ்ந்து நிலம் காக்கும் உன் வாழ்கை பயணத்தின் பாதைகளில் நான் பயம் கொண்ட வேளைகளில் வழி துணையாக துயர் போக்கும் மருந்தாக வருகின்ற உனை பாடும் பொழுதெல்லாம் ஆனந்தமே. பமகமப gari gari sa da da ni sa di gari sa ni da ni sa di ri iri sa ni da ba ma gari gari ni sa sa ri ri ga ga ma ma ba pa da 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 ni ni sa ni da ba ma gari sa ni ri உனை பாடும் பொழுதெல்லாம் ஆனந்தமே என் உள்ளத்தில் எழுகின்ற இறையேசுவே நினைவாகி உணவாகி உயிராகியே என் நீங்காத நிழலாகும் பேரின்பம் நீ நீங்காத நிழலாகும்
നീ പാടും പൊഴുതെല്ലാം ആനന്ദമേ. Praise the Lord. ഇന്നയോളം നമ്മെ വഴി നടത്തുന്ന ആ നല്ല നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ക്രൈസ്തവ കൈരളിയെ സംബന്ധിച്ചിടത്തോളം എണ്ണമറ്റ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹം. എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ ഏറ്റവും നല്ല ഗാനങ്ങൾ ലഭിച്ചിട്ടുള്ളത് ക്രൈസ്തവ കൈരളിക്കാണ്. മഹാരഥന്മാരായ എത്രയോ ആളുകൾ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു നാടാണ് നമ്മുടെ കേരളം. സെക്യുലർ ഫീൽഡിലുള്ള കവിവര്യന്മാരെ പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടി സാഹിത്യത്തിലും സംഗീതത്തിലും ഭാഷയിലും എല്ലാം പ്രാവീണ്യം നേടിയ എത്രയോ മഹാരഥന്മാരായ ദൈവദാസന്മാർ ജീവിച്ച നാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനൊരു സംഗീത വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ക്രൈസ്തവ സംഗീതത്തെക്കുറിച്ചുള്ള എൻ്റെ ഓരോ സംഗീതത്തെക്കുറിച്ചും ഞാൻ പഠിച്ചപ്പോൾ ബാക്കി എല്ലാ സംഗീതത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഏതൊരു കവിവര്യന്മാരും അവരുടെ ഹൃദയത്തിലുള്ള ആശയങ്ങളെ മനസ്സിൽ വരുന്ന ഏതെങ്കിലും കവിഭാവനയിലൂടെ വരച്ചു കാണിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം അതൊരിക്കലും ഒരു മനുഷ്യനും തൻ്റെ ഭാവനയിൽ ഒരിക്കലും എങ്ങനെയെങ്കിലും അതിനെ എഴുതി തീർക്കുവാൻ സാധിക്കുന്നതല്ല. അതിനൊരു നിയമമുണ്ട്. അത് നിയമം നൽകിയ നിയമകർത്താവുണ്ട്. അത് മനുഷ്യർക്കെല്ലാവർക്കും നൽകപ്പെട്ട സ്വർഗീയ നിയമമാണ്. ആ നിയമത്തെ എത്ര കാവ്യാത്മകമായി വർണ്ണിക്കുന്ന എത്രയോ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊത്തിരി ആളുകളുണ്ട്. മഹാകവി കെ വി സൈമൺ സാർ, ടി കെ ശമുവേൽ സാർ, എം ഇ ചെറിയാൻ സാർ, അതുപോലെ ഒത്തിരി ആളുകൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിലും ഒത്തിരി സ്വാധീനിച്ച ഗാനങ്ങൾ ഒത്തിരിയുണ്ട് ഇവരുടെയൊക്കെ. അതിലൊരു ഗാനമാണ് അടുത്തത് പാടുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നല്ലവനാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെയാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിരാശ വന്നാലും ദുഃഖങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും യേശു നമ്മുടെ ജീവിതത്തിൽ മാധുര്യവാനായി തീരുന്നത് എത്രയോ ഭയങ്കരമായ കാര്യമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഇഷ്ടം അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ എൻ്റെ യേശു എനിക്കെന്നും മാധുര്യവാനാണെന്ന് പറയുവാൻ ഇടയായിട്ടുള്ളത്. ടി കെ ശമുവേൽ സാർ എഴുതിയ മനോഹരമായ ഗാനം, എന്നിൽ കനിവേറും ശ്രീ യേശു മനുവേലൻ താൻ എന്നും മാധുര്യവാൻ, അവൻ അരികിൽ വന്നതിനാൽ എന്ത് ആശ്വാസമായി, തൻ്റെ തിരുമുഖം കാണുന്നത് ആനന്ദമാണ്, പരമാനന്ദമാണ്. വാസ്തവത്തിൽ ലോകത്തിലുള്ള വേറെ ഏതൊരു മുഖത്തെ നോക്കിയാലും നമുക്ക് നിരാശ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ എന്നുള്ള ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഈ ഗാനം നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാണ്. എന്തിനലയുന്നു ഞാൻ പാരിൽ വലയുന്നു താൻ പാരം മതിയായവൻ. നമ്മുടെ ഏത് ജീവിത പ്രശ്നത്തിലും അവിടുന്ന് മാത്രമാണ് മതിയായ ദൈവം. അതുകൊണ്ട് അവൻ എൻ്റെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം കരുതും. ഇന്ന് മാത്രമല്ല എന്നാളും കരുതും. അതുകൊണ്ട് അവൻ്റെ തണലിൽ ഞാൻ അണയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താശ്വാസമാണ് ലഭിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും ഈ ഗാനം അറിയാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ ഗാനത്തോടൊപ്പം നിങ്ങൾക്കും ഈ ഗാനം പാടാവുന്നതാണ്.
എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാ. ഓ എന്നും മാധുര്യവാ. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാ. ഓ എന്നും മാധുര്യവാ. അവൻ അരികിൽ വന്നതിനാലൻ ആശ്വാസമായി എന്തോരാശ്വാസമായി തൻ്റെ തിരുമുഖം കാണുന്നതാനന്ദമായി പരമാനന്ദമായി. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാ. ഓ എന്നും മാധുര്യവാ. എന്തിന്നലയുന്നു ഞാൻ പാരിൽ വലയുന്നു താൻ പാരം മതിയായവൻ. ഓ എന്നും മതിയായവൻ. എന്തിന്നലയുന്നു ഞാൻ പാരിൽ വലയുന്നു താൻ പാരം മതിയായവൻ. ഓ എന്നും മതിയായവൻ. അവൻ കരുതിയിടുന്നെനിക്കായി എന്നാളുമേ. അവൻ എന്നാളുമേ തൻ്റെ തണലിൽ ഞാൻ അണയുമ്പോൾ വിശ്രാമമേ. എന്തു വിശ്രാമമേ. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാ. ഓ എന്നും മാധുര്യവാ. മണ്ണിൽ പരദേശിയാണെന്നാൽ സ്ഥിരവാസമോ വിണ്ണിൽ ആയിടുമേ. ഓ വിണ്ണിൽ ആയിടുമേ. മണ്ണിൽ പരദേശിയാണെന്നാൽ സ്ഥിരവാസമോ വിണ്ണിൽ ആയിടുമേ. ഓ വിണ്ണിൽ ആയിടുമേ.
ചേർന്നിടുമേ. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാ. ഓ എന്നും മാധുര്യവാ. അവൻ അരികിൽ വന്നതിനാലൻ ആശ്വാസമായി എന്തോരാശ്വാസമായി തൻ്റെ തിരുമുഖം കാണുന്നതാനന്ദമായി പരമാനന്ദമായി. എന്നിൽ കനിവേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാ. ഓ എന്നും മാധുര്യവാ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാധുര്യവാനാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത്. അടുത്ത ഗാനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? യേശുവേ പ്രാണനാഥ, വേഗത്തിൽ വന്നിടുവാൻ വരവിന് താമസമുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചോദ്യമാണ്, യേശു അവൻ തിരിച്ചു വരുമോ? വിശ്വാസികളിൽ പലർക്ക് പോലും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ വർത്തമാനങ്ങളുമെല്ലാം. എന്നാൽ ദൈവം സത്യമാണെന്നതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനവും സത്യമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരു വചനം അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തു ഭക്തൻ്റെ ഏറ്റവും വലിയ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ യേശുവിൻ്റെ മടങ്ങിവരവാണ്. ഈ പന്തലിൻ്റെ കീഴിലുള്ള എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് മടങ്ങി വരുമെന്നുള്ളത്? ഹല്ലേലൂയ! നമുക്കത് പ്രത്യാശിക്കാം. ഈ ഗാനം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന ഒരു ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ്. അതുകൊണ്ട് ഈ ഗാനത്തോടൊപ്പം നിങ്ങൾക്കും ചേർന്ന് പാടാം. സംഘാടകരുടെ ആവശ്യപ്രകാരം ഒത്തിരി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദയവായി എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള കസേരകളിലേക്ക് കുറച്ചും കൂടെ കടന്നു വന്നിരുന്നാൽ ഒത്തിരി സൗകര്യമാകും. പ്ലീസ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുമല്ലോ. ഈ ഒന്നാമത്തെ ദിവസം തന്നെ ഇത്രയും ആളുകൾ വന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഈ നാടിനെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. നമ്മുടെ യോഗമാണ്. അതുകൊണ്ട് ഇനി കടന്നു വരുന്നവരെല്ലാം തുടർന്നുള്ള ബാക്കിലുള്ള കസേരകളിൽ ഇരിക്കാൻ അവർക്ക് സഹായകമാകും. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗാനത്തോടൊപ്പം നമ്മുടെ കൈകളും ചേർത്തടിച്ച് ഗാനത്തോടൊപ്പം നമുക്ക് പങ്കുചേരാം.
യേശുവേ പ്രാണനാഥാ വേഗത്തിൽ വന്നിടുവാൻ വരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാം കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാം കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? ആകാശത്തിൽ വാഴുന്ന നക്ഷത്രജാലങ്ങളിൽ കർത്തൻ വരവിപ്പോഴാകും. ആദിൻ ലക്ഷ്യം ദർശിച്ചിടുവാൻ ഭൂവിലാർക്കും കഴിവില്ല. എൻ പ്രിയൻ വരവിപ്പോഴാകും. എൻ പ്രിയൻ വരവിപ്പോഴാകും. ആദിൻ ലക്ഷ്യം ദർശിച്ചിടുവാൻ ഭൂവിലാർക്കും കഴിവില്ല. എൻ പ്രിയൻ വരവിപ്പോഴാകും. എൻ പ്രിയൻ വരവിപ്പോഴാകും. യേശുവേ പ്രാണനാഥാ വേഗത്തിൽ വന്നിടുവാൻ വരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാം കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാം കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂവിലുണ്ടോ എന്നുര ചെയ്ത എന്നാകാ? നിന്റെ കുറുപ്രാവിശബ്ദം വാനിൽ മുഴങ്ങിടാൻ കാലമായി വേഗത്തിൽ വന്നിടണേ നാഥാ. വേഗത്തിൽ വന്നിടണേ നാഥാ. നിന്റെ കുറുപ്രാവിശബ്ദം വാനിൽ മുഴങ്ങിടാൻ കാലമായി വേഗത്തിൽ വന്നിടണേ നാഥാ. വേഗത്തിൽ വന്നിടണേ നാഥാ. യേശുവേ പ്രാണനാഥാ വേഗത്തിൽ വന്നിടുവാൻ വരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാം കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിലെഴുന്നള്ളാം കാലങ്ങൾ ദീർഘമുണ്ടോ നാഥാ? 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 കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ഗാനങ്ങളെല്ലാം അതിൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന പ്രത്യാശാ ഗീതങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.
അടുത്ത ഗാനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? സുന്ദര രക്ഷകനെ, എനിക്കാനന്ദകാരണനെ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ, വന്ദനം വന്ദനമേ. ഒരേ ഒരു ദൈവത്തെ മാത്രമേ ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ബാക്കിയെല്ലാം മനുഷ്യൻ്റെ കണ്ടുപിടുത്തമായിരിക്കുമ്പോൾ ദൈവത്തെ ആർക്കും കണ്ടുപിടിക്കുവാൻ പറ്റത്തില്ല. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്താതെ ദൈവം ഉണ്ട് എന്ന് പോലും ഒരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എത്രയോ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെയുള്ള വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതുകൊണ്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് അന്വേഷിക്കുവാൻ പറ്റത്തില്ല. ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാനേ പറ്റത്തില്ല. അത്രയും നമ്മുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരുന്നത് യേശുവിലൂടെ മാത്രമാണ് യഥാർത്ഥ ദൈവം ആരാണെന്ന് ഈ ലോകത്തിന് വേണ്ടി കാണിച്ചു കൊടുത്തത്. ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. രാജാധിരാജാവും കർത്താവുമായ ദൈവമാണ്. ഈ മനോഹരമായ ഈ പഴയ ഗാനം നമുക്ക് ശ്രവിക്കാം. സുന്ദര രക്ഷകനെ. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനേ, വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ. രാജാധിരാജാവൂനീ, രാജാധിരാജാവൂനീ, എന്നും കർത്താവിൻ കർത്താവും നീ. രാജാധിരാജാവും നീ, എന്നും കർത്താവിൻ കർത്താവും നീ. ഉന്നത ദേവാ, എന്നേയും
വന്ദനമേ സുന്ദര രക്ഷകനേ. ശാരോനിലെ റോസനീ, ശാരോനിലെ റോസനീ, എനിക്കായോമൽ സ്നേഹിതൻ നീ. ശാരോനിലെ റോസനീ, എനിക്കായോമൽ സ്നേഹിതൻ നീ. എന്നെ വിരിച്ചതിൽ എന്നുമെൻ വിശ്രമമേ. എന്നെ വിരിച്ചതിൽ സ്നേഹക്കോടിക്കീഴിൽ എന്നുമെൻ വിശ്രമമേ. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ. ഇന്നലെയും ഇന്നും എന്നുമനന്യനേ. വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നുമനന്യനേ. വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ. ദൈവത്തിന് സ്തോത്രം. ഇത്രയും വലിയ പന്തലിടുവാനും ആ പന്തൽ നിറച്ച് കസാരകളിടുവാനുമുള്ള വിശ്വാസവും ധൈര്യവും കാണിച്ച സഹോദരന്മാർ അഭിനന്ദനം അർഹിക്കുന്നു. ദൈവം അവരെ മാനിച്ചിരിക്കുന്നു. ഈ ഒന്നാം ദിവസം തന്നെ ഈ ഇട്ട കസാരകളൊക്കെ ഏറെക്കുറെ നിറയുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദേശത്ത് ദൈവവചന പ്രഘോഷണം ഈ 3 ദിവസങ്ങളിൽ ശക്തമായിട്ട് നടക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. വിവിധ സ്ഥലം സഭകളിൽ നിന്ന്, അതുപോലെ ഈ പ്രദേശത്തു നിന്നും ദൂരത്തു നിന്നും ചാരത്തു നിന്നുമായി ഒരുപാട് സഹോദരീ സഹോദരന്മാർ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കിഴക്കേക്കോട്ട ബ്രദറൻ സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ ഡോക്ടർ MP ജോസഫ് സാർ, അതുപോലെ ഇന്ന് നമ്മളോട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന സുവിശേഷകൻ ബിജു ചുമന്നമണ്ണ്, ദയവായി രണ്ടുപേരും ഈ സ്റ്റേജിലേക്ക് കയറി വന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്ന കസാരയിൽ ഇരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ, വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഇനി ഒരു പാട്ടും കൂടെയാണ് ശേഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടെ കൈയടിച്ച് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗായക സംഘം അത് ലീഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. യേശു എന്ന നാമത്തിന് മേലായ ഒരു നാമവും ലോകത്തിൽ ഇല്ലവേയില്ല. അതിൻ്റെ കാരണം മാനവരാശിയുടെ സകല പാപത്തിനും പരിഹാരം വരുത്തിയത് ഈ യേശുവിൻ്റെ നാമമാണ്. രോഗം സൗഖ്യമാക്കിയത് ഈ യേശുവിൻ്റെ നാമമാണ്. ചെയറിലോട്ടൊന്ന് കയറിയിരിക്കാമോ? എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഇനിയും ആളുകൾ വരാനുണ്ട്. നമുക്കതാണ് ആ ഗ്യാപ്പൊക്കെ ഒന്ന് തീർത്ത് സഹോദരിമാർ പ്രത്യേകിച്ചും
കയറി ഇരുന്നിട്ട് പാട്ട് തുടങ്ങാം നമുക്ക്. പ്ലീസ്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഒന്നുകൂടെ. വാനവും ഭൂമിയും ഭൂമിയിലുള്ള സകലതും യേശു എന്ന നാമത്തിൻ്റെ മുന്നിൽ മുഴങ്കാൽ മടക്കും. എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അതുകൊണ്ട് ഭൂതഗ്രസ്തർ വരെയും ദൈവപുത്രന്റെ അടുത്ത് വന്നിട്ട് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാണ് വിളിച്ചത്. ഭൂതങ്ങൾക്ക് പോലും യേശു ആരാണോ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നമ്മെ രക്ഷിച്ച ഈ നാമത്തിലും മേലായ നാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. നമുക്ക് വളരെ സുപരിചിതമായ ഗാനം, ശ്രീയേശു നാമം അതിശയ നാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥ പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥ പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാരിടത്തിൽ ജീവിതത്തെ പാതകളെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. പാവമറ്റ ജീവിതത്തെ മാതൃകയെ കാട്ടിത്തന്ന പാവനമാ പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാട്ടും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാട്ടും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്കിമ്പനാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമിയിൽ വേഗം വരുന്ന നാമം. നീതിയോടെ
നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫറവോനും സൈന്യവും മുങ്ങിപ്പോയ ചെങ്കടൽ, അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ, അങ്ങനെ ആക്കപ്പെട്ട നിലത്തിലൂടെ നടന്ന് അക്കരെ കടന്ന ഇസ്രായേൽ ജനം ആദ്യം ചെയ്തത് ദൈവത്തെ പാടി സ്തുതിക്കുകയായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. വളരെ ഹൃദയഹാരിയായ ആത്മീക ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മ്യൂസിക് ടീമിൻ്റെ ഓരോരുത്തരുടെയും പേരൊക്കെ പറയേണ്ടതുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ സമാപന ദിവസം അവരെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ. സകല ഇരുട്ടിൻ്റെ അധികാരത്തെയും മറ്റ് സകല നാമങ്ങളെയും ആയുധം വെപ്പിച്ച നാമം എന്നാണ് ഇപ്പോൾ നാം പാടിയ പാട്ടിൽ ഉള്ള ഒരു വരി. നമ്മുടെ കർത്താവിൻ്റെ നാമം മൂലകിലും ശ്രേഷ്ഠമായ നാമമാണ്, പരിശുദ്ധമായ നാമമാണ്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഇതുപോലെ വേറൊരു നാമവുമില്ല. ആ ദൈവത്തെ വിളിക്കുവാൻ, ആ നാമം ഉച്ചരിക്കുവാൻ നമുക്ക് അവസരം തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്നത്തെ സുവിശേഷ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി വരാക്കരയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷകൻ ടി.എ. ജോൺ അവറുകളും അതുപോലെ കിഴക്കേക്കോട്ട സഭയിലെ മൂപ്പന്മാരിലൊരാളായ പ്രിയ ജോസഫ് സാറും ആദ്യമായിട്ട് ചുരുക്കമായിട്ടും അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ദൈവവചനം കേൾക്കാം. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. സ്വർഗീയ പ്രത്യാശയോടുകൂടെ ധൈര്യത്തോടുകൂടെ നമുക്ക് ദൈവവചനം കേൾക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഇപ്പോൾ പേര് പറഞ്ഞ ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. അതിനുശേഷം അപ്പോൾ തന്നെ പ്രിയ ബിജു ചുമന്നമണ്ണ് ദൈവവചന പ്രഘോഷണം നടത്തുന്നതായിരിക്കും. സഹോദരന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൂമല പടിഞ്ഞാറേ സഭ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിൻ്റെ പ്രാരംഭ ദിനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഇത്രത്തോളം മക്കളെ അവിടുന്ന് കൂട്ടിവരുത്തിയല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് നിന്ന് അനേകരെ അവിടുന്ന് ദൈവവചന കേൾവിക്കായിട്ട് കൂട്ടിവരുത്തി. വിവിധ സ്ഥലം സഭകളിൽ നിന്ന് അനേക ദൈവമക്കളെ കൂട്ടിവരുത്തി. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇവിടെ ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആത്മാവിൽ നിറഞ്ഞ് മക്കൾക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനെയും ഒരുക്കി അവിടുത്തെ വചനവുമായിട്ട് ഞങ്ങളുടെ മധ്യേ അഴിച്ചിരിക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പൂമല പ്രദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. അനേകർ ഈ ദേശത്ത് കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിനെ അറിഞ്ഞ് വേർപെട്ട് ദൈവത്തെ ആരാധിച്ചു വരുന്നതായ ഒരു പ്രദേശമാണ്. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദേശത്തോട് ഇടപെടുന്നു എന്നുള്ളതോർത്ത് നന്ദിയോട് സ്തോത്രം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. അതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇച്ഛ. അവിടുത്തെ വരവ് താമസിക്കുന്നത് ആരും നശിച്ചു പോകരുത്. പിന്നെയും പിന്നെയും ദൈവം അവസരമൊരുക്കുന്നു എന്നുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ വരവ്
ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, ദൈവത്തെ അറിയുവാൻ, യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ ആ നിലയിൽ ദൈവം അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടുവാൻ, ദൈവമേ ആത്മീക ശക്തി പ്രാപിച്ച് ദൈവത്തെ കൂടുതലായിട്ട് സ്തുതിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളമൊക്കെ അവിടുന്ന് സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ഇവിടെ യോഗം ക്രമീകരിച്ച ഇതിൻ്റെ പിൻപിൽ വളരെ അധ്വാനമുണ്ട് കർത്താവെ. ആ നിലയിൽ മക്കൾക്ക് കൊടുത്തതായ ആ വലിയ ദർശനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നന്നായിട്ട് പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തിന് വളരെ മനോഹരമായ സ്തുതിമധുരമായ ഗാനങ്ങൾ പാടുവാൻ, ഞങ്ങൾക്കും അവരോടൊപ്പം ലയിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, പ്രത്യാശയോടെ ഇരിക്കുവാൻ ഇടയായി തീർന്നല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാം സ്തോത്രത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനവും മഹത്വവും തിരുമീനെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ സ്തോത്രം. കർത്താവ് മുന്നമേ ഞങ്ങൾ അറിഞ്ഞു എന്നല്ല ഞങ്ങൾക്കൊന്നും പറയാനായിട്ടില്ല. അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അവിടുന്ന് അയച്ചു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് കർത്താവ് വിശ്വസിപ്പാനായിട്ട് ഞങ്ങൾ കാലാകാലങ്ങളുടെ ഇടയായി. അവിടുത്തെ മക്കളായിട്ട് ചേർന്ന് വരുവാനായിട്ട് ഇടയായി. അത് ആ സ്ഥാനങ്ങളിൽ അവിടുത്തെ സാക്ഷ്യം നിലനിർത്തത്തക്ക വിധ സഭകളായിട്ട് ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. ഈ പ്രിയ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു കൂടിവരവ് അവിടുന്ന് നിർണയിച്ച് അവർക്ക് കൊടുത്തതിനായിട്ട് സ്തോത്രം കർത്താവെ. അതിന് പുറകിൽ അധ്വാനിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല സുദീപകരമായ ഗാനങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങൾക്കിടയായി. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷിക്കട്ടെ. കർത്താവിനെ നാം ഉയർത്തുവാനിടയാകട്ടെ. ഇന്ന് കർത്താവ് ഞങ്ങളോട് ഇടപെടുമ്പോൾ, കർത്താവെ ദൈവവചനം ശ്രവിക്കുമ്പോൾ, കർത്താവിന് നാമം ഉയർത്തുവാൻ പ്രിയമക്കളെ അവിടുന്ന് ഇടയാക്കണം. പ്രിയ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രിയ ബിജുസോനയുടെ സ്തോത്രം. പ്രിയ ദാസൻ ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അത് ഇടപെടുന്നതായി തീരട്ടെ. കർത്താവെ, പാപികൾ രക്ഷിക്കപ്പെടുവാൻ, മനുഷ്യർ പാപബോധമുള്ളവരായി തീരുവാൻ, രക്ഷിക്കുന്ന കർത്താവ് ജീവിച്ചിരിക്കുന്ന അറിവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയദാസനെ പൂർണ്ണമായിട്ട് കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മ നിറവിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. കർത്തൃകരങ്ങളിൽ സർവ്വം സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വം അവിടത്തേക്ക് തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ചോദിച്ചോളുന്ന പിതാവേ, ആമേൻ. ദൈവത്തിന് മഹത്വം. പൂമല വെസ്റ്റ് ബ്രദറൻ സഭ ക്രമീകരിച്ച ഈ സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എന്നെ നിയോഗിച്ച സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച സഭയിലെ മൂപ്പന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പൂമല സഭ ക്രമീകരിച്ച സുവിശേഷ യോഗങ്ങളെക്കുറിച്ച് ചുവന്നുമണ്ണ് സഭ അറിഞ്ഞ അന്നു മുതൽ സഭയായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും, പ്രത്യേകാൽ ഇന്ന് സഭയായിട്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും കടന്നു വന്ന് ഇതിൽ സംബന്ധിപ്പാനും കർത്താവ് കൃപ നൽകിയതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളോടുകൂടെ നമ്മുടെ കൺവെൻഷൻ
സമാരംഭിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ശ്രുതി മധുരം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ ചിന്തനീയമായ തലങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരിയെയും ആ നിലയിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരന്മാരെയും ദൈവം ഉപയോഗിച്ചതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. എൻ്റെ ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ പന്തലിനകത്തും, പ്രത്യേകാൽ അഞ്ചീട്ടി എന്ന് പറയുന്ന പൂമലയുടെ ഈ പ്രദേശങ്ങളിൽ വീടുകളിലിരുന്നും വഴി തലയ്ക്കലും ആ നിലയിൽ ഈ ദൃശ്യമാധ്യമത്തിലൂടെയൊക്കെ ഞങ്ങളെ ശ്രവിച്ച് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ആവശ്യത്തിലേക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളെ നമുക്ക് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ആമേൻ. ഈ വേദഭാഗം ക്രൈസ്തവ ജനതയ്ക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. തന്നെയല്ല, വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വേദവാക്യമായിട്ട് ഇതിനെ എഴുതുകയും പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ധാരാളമാണ്. ഈ വേദഭാഗം നാം പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് മാത്രമല്ല, അഖില മാനവരാശിയോടും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ച, അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ച് അവരോട് സംസാരിച്ച ഒരു യാഥാർത്ഥ്യത്തെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യാഥാർത്ഥ്യം ബൈബിൾ വായിക്കുന്ന, പരിശോധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഈ പൂമലയുടെ അഞ്ചീട്ടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിലും ഈ പന്തലിൻ അകത്താഗതരായിരിക്കുന്നവരെയും ആ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നുകൂടെ ക്ഷണിക്കുവാനും, കർത്താവ് പറഞ്ഞ ആ യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ അവതരിപ്പിക്കുവാനും ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പ്രതിപാദിച്ചത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാണ് കർത്താവ് ആദ്യമായി തുടങ്ങുന്നത്. ഈ അധ്യായങ്ങളെല്ലാം നാം പരിശോധിച്ച് വന്നാൽ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ വരികയും കർത്താവിൻ്റെ സന്ദേശം കേൾക്കുകയും ചെയ്തതിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന്, അനേക ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അവരോട് അതിഗൗരവമായിട്ട് ചില കാര്യങ്ങൾ ഇനി നാളുകളിൽ സംഭവിക്കുവാനുള്ളത് പറയുകയുണ്ടായി. അങ്ങനെ നാളുകളിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇനി സംഭവിക്കാൻ പോകുന്നതിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പാതയിലൂടെയാണ് നാളുകൾ കടന്നു പോകുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ യെരുശലേമിലേക്ക് പോകുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ കർത്താവ് നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങി.
എന്നാൽ ഏകദേശം അതിൻ്റെ സമയത്തോട് അടുത്ത് വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇത് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിരവധി കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുന്നത് ഈ പുസ്തകം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഈ സുവിശേഷം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ, ഞാൻ ഓർമ്മിപ്പിക്കാം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തെ ഇങ്ങനെ നാം പരിശോധിച്ചു പോയാൽ അത് നീണ്ടുപോകുന്നതാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ, ഇനി സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും ദൈവത്തിലും വിശ്വസിക്കുക തന്നെ ചെയ്യണം. ഈ മരുഭൂപ്രയാണത്തിൽ ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിലും ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലും ദൈവവചനത്തിൻ്റെ ആഹ്വാനം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അവനവൻ്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലും വിശ്വാസ ജീവിതത്താലും മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ അടുത്ത വാക്കിലേക്ക് വരട്ടെ. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ മുമ്പാകെ ഒരു യാഥാർത്ഥ്യം അവതരിപ്പിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം, ഈ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞിട്ട് അവിടെ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് അടുത്ത വാക്ക് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ എന്താണ് ഇവിടെ കർത്താവ് പറഞ്ഞത്? പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, പിന്നെ അവിടെ സ്ഥലമൊരുക്കുവാനായിട്ട് കർത്താവ് പോകേണ്ട കാര്യമുണ്ടോ? നാം എല്ലാം ധരിച്ചു വച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാനും ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലെ വീടുകളെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തിലേക്ക് ബൈബിൾ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നവർക്ക്, പഠിച്ചവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. അവിടെ വാസസ്ഥലങ്ങളെന്ന് കർത്താവായ യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെയുള്ള ഇവിടെ നിന്ന് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ഇവിടെ അനുസരിച്ച് ജീവിക്കുന്നവർ പിതാവിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചും അവർക്ക് ലഭിക്കാൻ പോകുന്ന പൊസിഷനുകളെക്കുറിച്ചും അവർക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡുകളെക്കുറിച്ചും എല്ലാമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളെയെല്ലാം, നിങ്ങൾ ഇവിടെ കർത്താവിനെ അനുസരിച്ചതിനനുസരിച്ച്, ആരാധിച്ചതിനനുസരിച്ച്, വിശുദ്ധ ജീവിതം നയിച്ചതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം വേർപാട് അനുഷ്ഠിച്ച് ജീവിച്ചു, കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ചു, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കർത്താവ് വന്ന് സഭയെടുക്കപ്പെട്ട് പ്രതിഫലം തരുമ്പോൾ നമുക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. അതെവിടേക്കാണ്, ഏതാണ് ആ സ്ഥലമെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനം. ഈ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ബൈബിൾ നാം പരിശോധിച്ച് നോക്കിയാൽ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനം. പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തെക്കുറിച്ച് നാം വളരെ വിശകലനം ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ആ പറഞ്ഞ വാക്കിതാണ്, സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് കർത്താവ് പറഞ്ഞത് അത് ഉയരത്തിലുള്ള സ്വർഗത്തെക്കുറിച്ചാണ്. അതിൻ്റെ അർത്ഥങ്ങളെ നാം പരിശോധിച്ച് നോക്കിയാൽ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ, ഈ പിതാവിൻ്റെ ഭവനമായ സ്വർഗം, ആ സ്വർഗമെന്ന യാഥാർത്ഥ്യം, ഈ പിതാവിൻ്റെ ഭവനം ഒരിക്കലും നശിച്ചു പോകാത്തതാണെന്നുള്ളതാണ് അവിടെ വ്യക്തമായിട്ട് വിശദീകരിച്ച് കർത്താവ് വരുന്നത്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനം, ഈ നാം പരിശോധിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ ഉണ്ടായ അന്ന് മുതൽ, മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ആരംഭിച്ച അന്ന് മുതൽ നാം കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നതാണ് മനുഷ്യൻ്റെ ഒരു ചോദ്യം. ഈ മനുഷ്യൻ്റെ മരണശേഷം ഒരു സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ള ചോദ്യം ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർഗമുണ്ടോ? തീർച്ചയായിട്ടും പൂമലയിലുള്ളവരും ഈ പന്തലിൻ്റെ അകത്താഗതരായിരിക്കുന്നവരും എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഈ ചോദ്യം ചോദിച്ചിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ചോദിക്കാത്തവർ ആരും തന്നെയില്ല. നമുക്കറിയാം, സോഷ്യൽ മീഡിയകൾ വഴി, അതുപോലെ നമ്മുടെ കയ്യിൽ വരുന്ന ആ മാധ്യമങ്ങളെല്ലാം വഴി പരിശോധിച്ചാൽ ഇതിനെക്കുറിച്ച് തലങ്ങും വിലങ്ങും പറയുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവമില്ല എന്നും സ്വർഗമില്ല എന്നും
ഇങ്ങനെയൊരു മരണശേഷം ഒരു ജീവിതമില്ല എന്നും എല്ലാം പറഞ്ഞ് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ വക്താക്കളെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബൈബിളിലേക്ക് തിരിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനമെന്നാണ്. ഈ ഭവനം യേശുക്രിസ്തു പറഞ്ഞ ഈ സ്വർഗമെന്ന പിതാവിൻ്റെ ഭവനം ഒരിക്കലും നശിച്ചു പോകാത്തതാണ്. നാം ഈ ഭൂമിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നശിച്ചു പോകുന്നതായ 3 ഭവനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒരു ഭവനമെന്ന് നാം പരിശോധിച്ചാൽ, ബൈബിൾ ആപാദചൂടം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള സകല മാനവരാശിയും ജാതിയും മതവും വർഗവും തിരിച്ച് മറിച്ച് പാർക്കുന്ന വെളുത്തവനും കർത്തവനും എന്നൊക്കെ തട്ടുതിരിച്ചിരിക്കുന്ന ഭൂഖണ്ഡങ്ങളായി കഴിയുന്ന ഈ ലോകത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഒരു ഭവനമാണ്. ഈ ഭവനത്തിൽ, ഈ ഭൂമി എന്ന ഭവനത്തിലാണ് ലോകത്തിലെ സകല മനുഷ്യരും താമസിക്കുന്നത്. നമുക്കറിയാം ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രം എത്രയോ പണ്ടേ തെളിയിച്ചു കഴിഞ്ഞു. ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല, ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങളാൽ, അതുപോലെ പ്രകൃതിയുടെ മാറ്റങ്ങളാൽ ഈ ഭൂമിക്ക് വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ശാസ്ത്രം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മനുഷ്യൻ കണ്ണിറച്ച് കാണുന്ന ഇനി ഒരു ജന്മം കൂടി ലഭിച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് വാനോളം പാടിയ കവികളുള്ള ഈ ഭൂമി, പ്രിയപ്പെട്ടവരെ, ഇത് നശിക്കുവാനുള്ളതാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. മനുഷ്യൻ കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന, മനുഷ്യൻ പടുത്തുയർത്തിയിരിക്കുന്ന, മനുഷ്യൻ കോടിക്കണക്കിന് വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഈ ഭൂമിയിലെ ഏത് പ്രതലവും ഒരു നിമിഷം തകർന്നു പോകുമെന്നുള്ള യാഥാർത്ഥ്യം ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് പത്രോസിൻ്റെ 2-ാം ലേഖനം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എത്ര കരുത്താർജിച്ച രാഷ്ട്രം ഇവിടെ ഉടലെടുത്താലും, എത്രമാത്രം വെപ്പൻസുകൾ കരുതിക്കൂട്ടി തലക്കണമെന്ന രാജാക്കന്മാർ ഇവിടെ ഭരിച്ചാലും, ഈ ഭൂമിയെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ ലോകത്തിലെ ഒരു മാനവരാശിയിലെ ഒരു രാജാക്കന്മാർക്കോ ഒരു രാജ്യത്തിനോ ശാസ്ത്രത്തിനോ കഴിയുകയില്ല എന്ന് ബൈബിൾ പറഞ്ഞു. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ഇത് നശിക്കുവാനുള്ളതാണ്. എന്നാൽ പിതാവിൻ്റെ ഭവനം നശിക്കുന്ന ഭവനമല്ല. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. രണ്ടാമതായിട്ട് നാം എല്ലാം സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. ഈ പൂമലയിൽ നമുക്കറിയാം, ഇവിടെയും നല്ല നല്ല മനോഹരമായ വീടുകളുണ്ട്, ഇവിടെയെല്ലാം വീടുകളുണ്ട്. ഈ വീടുകളെല്ലാം നമ്മുടെ ഭവനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ വീടുകൾക്കൊന്നും നിലനിൽപ്പില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എടുക്കുവാനോ വായിക്കുവാനോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്ന മണിമന്ദിരങ്ങൾ എത്ര വലിയ എഞ്ചിനീയറെ കൊണ്ടുവന്ന് നാം എത്രമാത്രം അടിസ്ഥാനമിട്ട്, ഈ പൂമല എന്നൊക്കെ പറഞ്ഞ പാറപ്പുറമാണ്, നല്ല മണ്ണാണ്. ഇവിടെ എത്ര അടിസ്ഥാനമിട്ട് പണിതാലും ഇവിടെ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന വീടുകളും ബഹുനില കെട്ടിടങ്ങളും, നമുക്കറിയാം ഭൂമിയിൽ പടുത്തുയർത്തപ്പെട്ട എത്രയോ സമുച്ചയങ്ങൾ നിലം ഭരിച്ചായി വീണു. നമുക്കറിയാം ഇവിടെ അടുത്ത് തന്നെ ഭൂകമ്പം സംഭവിച്ചപ്പോൾ, ഭൂമി പിളർന്നപ്പോൾ ഇവിടെയുള്ള വീടുകളെല്ലാം നിലം ഭരിച്ചായത് നാം കണ്ടതാണ്. അടുത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷക്കാലത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് ഇവിടെ കണ്ണേനേക്കാൾ എത്രയോ കണ്ണായ സ്ഥലങ്ങളും ഏക്കർ കണക്കിനുള്ള തേയിലത്തോട്ടങ്ങളും അതുപോലെ മനുഷ്യനെ മോഹിപ്പിക്കുന്ന വീടുകളും റിസോർട്ടുകളെല്ലാം വെറും മായയായി കഥകളായി പതഞ്ഞ് നുരപുന്തിയ മണ്ണിൻ കൂണുകളായി മാറിയ ചരിത്രം നാം എല്ലാം വായിച്ചു തീർത്തതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പൂമലയിലെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം എത്ര അടിസ്ഥാനമിട്ട് പടുത്തുയർത്തിയ ഏത് സമുച്ചയങ്ങളായാലും, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ വരെ തകർക്കപ്പെടാൻ കഴിഞ്ഞുവെങ്കിൽ ലോകത്തിലെ ഒരു ബിൽഡിങ്ങുകളും മനുഷ്യൻ ചായം തേച്ച, മനുഷ്യൻ പടുത്തുയർത്തിയ ഒരു സമുച്ചയങ്ങളും ഇവിടെ നിലനിൽക്കുകയില്ല. മനുഷ്യൻ്റെ കരാങ്കുലികൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു സൗധങ്ങളും ഇവിടെ നിലനിൽക്കുകയില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമത്തെ ഭവനം, മൂന്നാമത്തെ ഭവനമെന്ന് ബൈബിൾ പറയുന്നതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഭവനം, അത് ഈ ശരീരം എന്ന ഭവനമാണ്. ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിതരെ, ലോകത്തിലെ എത്രമാത്രം ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റലുകളിൻ്റെ അകത്താരകളിൽ നമുക്കറിയാം, മെഡിക്കൽ സ്റ്റോറുകളിൽ എത്ര ആൻറ്റിബയോട്ടിക്കുകൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് പണം മുടക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ശരീരത്തെ നിലനിർത്തുവാൻ. എന്നാൽ ഈ ശരീരത്തിന് രോഗം ഗ്രസിച്ചാൽ, ഈ ശരീരത്തെ ആശുപത്രിയിലേക്ക് എടുത്താൽ, ഇവിടെ പടുത്തുയർത്തിയ പടുകൂറ്റൻ ഹോസ്പിറ്റലുകൾക്കോ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു വന്ന PhD എടുത്ത ഡോക്ടർമാർക്കോ മനുഷ്യൻ്റെ ജീവനെ പിടിച്ചു നിർത്തുവാനായിട്ട് കഴിയില്ല. അവൻ്റെ ശരീരത്തെ യൗവനത്തോടുകൂടെ നിലനിർത്തുവാൻ വേണ്ടി സ്റ്റാറുകളും സെലിബ്രിറ്റികളും ഇവിടുത്തെ മസ്തിഷ്ക മഹാന്മാരും രാജാക്കന്മാരും മഹാരഥന്മാരുമെല്ലാം ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഈ പച്ച ശരീരത്തെ യൗവനത്തിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട്.
പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കാലം നമുക്ക് തെളിയിച്ചു തന്നു. എത്ര വലിയ നേതാക്കന്മാരുടെ ശവശരീരങ്ങളും സൂക്ഷിച്ചു വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ അത് പഠന വിധേയമാക്കുകയോ അല്ലെങ്കിൽ 6 അടി മണ്ണിലേക്കോ തീയിലേക്കോ ആണ്ടുപോകുന്നത്, പട്ടടയിലെല്ലാം കെട്ടടങ്ങി പോകുന്നത് നാം എല്ലാം കണ്ടതാണ്. എത്ര പണമുണ്ടായാലും, എത്ര മരുന്നുകൾ നീ കണ്ടുപിടിച്ചാലും, എത്ര പട്ടുകൂറ്റൻ ഹോസ്പിറ്റലുകൾ ഉണ്ടായാലും, എന്നെ കേൾക്കുന്ന പൂമലക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. മനുഷ്യൻ്റെ ശരീരം എന്ന ഈ ഭവനത്തെ നിലനിർത്തി കൊണ്ടുപോകുവാൻ പൂമലയിൽ നിന്നല്ല, എൻ്റെ നാടായ ചുവന്നമണ്ണെന്നല്ല, ഈ കേരളം എന്നല്ല, ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ഒരു ഭവനമുണ്ട്. അത് പിതാവിൻ്റെ ഭവനമാണ്. അതിൻ്റെ സൃഷ്ടി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇവിടുത്തെ ചില സഭാ നേതാക്കന്മാർ കൂടിയാലോചിച്ച് സൃഷ്ടിക്കപ്പെട്ടതല്ല പിതാവിൻ്റെ ഭവനം. ഇനി ഇവിടുത്തെ ഏതെങ്കിലും ജാതി മത വർണ്ണവർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേതാക്കന്മാരോ ബിഷപ്പുമാരോ അതിനു മുന്തിയ ആൾക്കാരോ അവരുടെ കണക്കുകൂട്ടലിൻ്റെ പ്രകാരം അവർ വരച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ ദൈവം നിർമ്മിച്ചതല്ല പിതാവിൻ്റെ ഭവനം. ആ ഭവനത്തിന് അവകാശം പറയുവാൻ വീണ്ടും ജനിച്ചവർക്കേ കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത്, അതിൽ ഭരണം നടത്തുന്നത് മഹാദൈവമായ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ മഹത്വ സമ്പൂർണനായ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് അത് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്, അത് പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനം. ആ പിതാവിൻ്റെ ഭവനം ഇവിടെ കാണുന്ന ഭവനങ്ങൾ പോലെയല്ല, നശിച്ചു പോകുന്ന ഭവനമല്ല. അതുകൊണ്ടാണ് നാം ഈ ഭവനത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇത് കണ്ടിട്ടില്ല, പൂമലയിലുള്ള ആരും കണ്ടിട്ടില്ല, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഞാനിത് കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ ആരാണിത് കണ്ടത്? ഈ പിതാവിൻ്റെ ഭവനം കണ്ട ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് നിരീശ്വര പൊങ്കമന്മാരെല്ലാം ഈ കാലഘട്ടത്തിൽ ദൈവമില്ല എന്നും ഈ പിതാവിൻ്റെ ഭവനമില്ല എന്നുമെല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ പ്രചാരം നേടുന്ന അവരുടെ വാർത്തകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിൾ എന്ന പുസ്തകം ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. പിതാവിൻ്റെ ഭവനമുണ്ട്, ഒരു സ്വർഗമുണ്ട്. അതിന് തെളിവ് തരുന്നത് വിശുദ്ധ ബൈബിളാണ്. അതിന് തെളിവ് തരുന്നത് ഇത് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബൈബിളാണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പിതാവിൻ്റെ ഭവനം. ആ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ 115:16 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, പൂമലയിലുള്ള എല്ലാ പ്രിയ സ്നേഹിതരും തീർച്ചയായിട്ടും നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ വായിക്കുക തന്നെ ചെയ്യണം. 115-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ ഉടമസ്ഥ അവകാശവുമെല്ലാം സ്വർഗത്തിലെ ദൈവമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ആ ദൈവമാണ് ഈ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ദൈവമാണ് സ്വർഗം സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ദാവീദിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം, ഇതിൻ്റെ സൃഷ്ടി, ഇതിൻ്റെ പണി എല്ലാം നമുക്ക് ചോദിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് വിശുദ്ധ ബൈബിളിനോടാണ്. അതാണ് യഹോവയുടെ സ്വർഗം. പിന്നെ ഈ സ്വർഗം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ നാം പരിശോധിച്ച് വന്നാൽ ഈ സ്വർഗം കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരുവാൻ ഉൽപ്പത്തി മുതൽ നിങ്ങൾ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില വ്യക്തി ജീവിതങ്ങൾ ഈ സ്വർഗത്തെ ദർശിച്ചിട്ട് ആ യാഥാർത്ഥ്യത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ അവർ ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അവർ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ കിടക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യം അത് പിന്നെ നുണയല്ലല്ലോ, അത് പിന്നെ കഥയല്ലല്ലോ. ആ രാജ്യം അവിടെയുണ്ട്, ഒരു ചരിത്രമുണ്ട് അവർക്ക്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ 12 ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു രാഷ്ട്രത്തെ നമുക്ക് കാണാം. ആ 12 ഗോത്രങ്ങളുടെ ഒരു പിതാവുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യാക്കോബ് എന്ന്. ആ യാക്കോബ് എന്ന വ്യക്തി വെറും കഥയല്ല, ആ കഥയിലെ കഥാപാത്രമല്ല, ചരിത്ര പുരുഷനായിരുന്നു. ആ പുരുഷൻ്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേൽ എന്ന രാജ്യം. അപ്പോൾ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി പദ്ദൻഅരാമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് താൻ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം പരിശോധിച്ചാൽ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, തനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ഇസ്രായേലിൻ്റെ അവരുടെ 12 ഗോത്രങ്ങളുടെ പിതാവായിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇസ്രായേലിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന യാക്കോബ്, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ട യാക്കോബ് പറഞ്ഞു, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്നൊരു കോവണി താഴോട്ട് വെച്ചിരിക്കുന്നതും അതിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും
ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് യാക്കോബ് വിളിച്ചു പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദർശിക്കുകയുണ്ടായി. അങ്ങനെ നിങ്ങൾ ഉൽപ്പത്തി മുതൽ പരിശോധിച്ച് വന്നാൽ വിവിധ വേദഭാഗങ്ങളിലൂടെ ഈ സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചു വരുന്ന വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം വിശദീകരിക്കുന്നില്ല. എഹെസ്കേൽ പ്രവാചകൻ അങ്ങ് കേബാർ നദീതീരത്തിരുന്നു കൊണ്ട് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വേദഭാഗത്ത് ഇങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്: ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാർക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. കഴുത്തിന് നേരെ ഒന്നിങ്ങി വാള്, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ കല്ല്, അല്ലെങ്കിൽ ഇസ്രായേൽ മതത്തിൻ്റെ കുണ്ടറ, ഇതല്ലാതെ അവർക്ക് സുഖലോലുഭമായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മരണത്തെ മുന്നിൽ കണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രഖ്യാപിക്കപ്പെടുന്ന, അരുളപ്പാടുകൾ അരുളി ചെയ്യുന്ന പ്രവാചകന്മാർക്ക് മരണത്തെ പേടിയുണ്ടായിരുന്നില്ല. അവർക്ക് സുഖലോലുഭമായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നുണ പറയേണ്ട കാര്യമില്ല. കണ്ട കാര്യം കണ്ട പോലെ പറഞ്ഞു യെഹെസ്കേൽ പ്രവാചകൻ, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. ഇതാണ് പിതാവിൻ്റെ ഭവനമെന്ന് ബൈബിൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും തീർന്നില്ല. പിന്നെ നാം പഴയ നിയമം വിട്ട് എല്ലാ അധ്യായങ്ങളും പുസ്തകങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനെ അടിത്തറയിട്ട് ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്ന എത്രയോ സംഭവ ചരിത്രങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കെല്ലാം അണിനിരന്ന് ചേർന്ന് നിന്ന് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ വേഗം കടന്നു വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രൈസ്തവ നഭോമണ്ഡലത്തിൽ ആദ്യമായി രക്തസാക്ഷിയായി തീർന്ന സ്തെഫാനോസ് ഉയരത്തിലേക്ക് നോക്കി പറഞ്ഞത് ഇതാണ്: മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആ മനുഷ്യന് നുണ പറയേണ്ട ആവശ്യമില്ല. ഇനി മരിക്കുക മാത്രമാണ്, നുണ പറഞ്ഞ് മരിക്കേണ്ട ആവശ്യമില്ല. മരണസമയത്ത് താൻ ആകാശത്തേക്ക് ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ താൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്തെഫാനോസ് പറയുകയുണ്ടായി. പിന്നീട് നാം വന്നു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ബൈബിളിലെ ക്രൈസ്തവ നഭോമണ്ഡലത്തിലെ മഹാനെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അപ്പോസ്തലൻ, ഈ അപ്പോസ്തലൻ പ്രതിപാദിക്കുകയുണ്ടായി 12-ാം അധ്യായത്തിൽ, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ സംസാരിക്കുന്ന ഭാഷ ഞാൻ കേട്ടു. ചില യാഥാർത്ഥ്യങ്ങളും തെളിവുകളും താൻ നിരത്തുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭൂമലക്കാരെ, ഒരു സ്വർഗമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ കർത്താവിൻ്റെ പിന്നിലും കർത്താവിൻ്റെ മുന്നിലും നിന്നവർ ഒരുപാട് പേർ ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിന്നീട് നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ാം വാക്യവും 20-ാം അധ്യായവും പരിശോധിച്ചാൽ യോഹന്നാൻ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഞങ്ങളിത് പ്രസംഗിക്കുന്നത് ഊഹാഭോഗങ്ങളല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭൂമല ദേശനിവാസികളെ, ഇത് പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ, അവർ ദർശിച്ച കാര്യം, കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത കാര്യം, അപ്പോസ്തലന്മാർ അക്കമിട്ട് ഉപദേശമായി തന്ന കാര്യം, അത് വിശ്വസിക്കുന്നത് വിശ്വാസത്താൽ ഞങ്ങളും കണ്ടതിനാൽ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുകയാണ്: ഒരു പിതാവിൻ്റെ ഭവനമുണ്ട്, ഒരു സ്വർഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇത് മറ്റൊരു വിഷയവും ഇവിടെ പറയേണ്ടതാണ്, സമയമില്ല. അതുപോലെ തന്നെ ഒരു നരകമുണ്ടെന്ന് നിരവധി വേദഭാഗങ്ങൾ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:33 പറഞ്ഞു. അത് കുളിർ മാറ്റുവാൻ തക്കവണ്ണം, തീയല്ല കായുവാൻ തക്കവണ്ണം കനലല്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇയ്യോബ് പറഞ്ഞു: അന്ധകാരമൊക്കെ നിന്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. സക്കറിയാ പ്രവാചകൻ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വെള്ളമില്ലാത്ത കുഴിയെന്നാണ്. ഇതിനെയെല്ലാം ആപാത ചൂടമായി കലക്കിയെടുത്ത് കർത്താവ് കോർത്തിണക്കിക്കൊണ്ട് മാനവരാശിയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം പരിശോധിച്ചാൽ അവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു നരകത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, കെടാത്ത തീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കെടാത്ത തീയെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നാം 11 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. തീ പൊയ്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം അത് വിശദീകരിക്കേണ്ട കാര്യമാണെങ്കിലും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഭൂമലക്കാരുടെ മുമ്പിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. ഇതെൻ്റെ അഭിപ്രായമല്ല, ഇതെല്ലാം ബൈബിൾ പ്രതിപാദിക്കുന്നതാണ്. എങ്ങനെ സ്വർഗത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ നരകത്തെക്കുറിച്ചും പഴയ നിയമം ചൂണ്ടിക്കാണിച്ച് അത് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത് അത് ചൂണ്ടിക്കാണിച്ച് അപ്പോസ്തലന്മാർ ആ കാര്യത്തെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഒരു സ്വർഗമുണ്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല. ഒരു സ്വർഗമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് പ്രതിപാദിച്ച്
പ്രഖ്യാപിച്ചിരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിക്കൊള്ളുക. ഇതിൻ്റെ എല്ലാം നാരായ വേരായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെയും ലോകത്തിൽ കാണുവാനായിട്ട് കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ലോക ചരിത്രത്തിൽ പറഞ്ഞ മറ്റൊരു വ്യക്തി പ്രഭാവത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും ഒരു മതഗ്രന്ഥവും നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ കാണുവാനായിട്ട് കഴിയില്ല. മതങ്ങൾ ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന ഇവിടുത്തെ പ്രമാണങ്ങളെല്ലാം നിങ്ങളെടുത്ത് പരിശോധിച്ചു കൊള്ളുക. അതിലെങ്ങും ഈ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യവും 41, 51 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെയെല്ലാം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ്. സ്വർഗം ചമച്ചവനായ, സ്വർഗം സൃഷ്ടിച്ചവനായ, സ്വർഗത്തിലെ അധിവസിക്കുന്ന മണിമുകുടമായിരുന്നവനായ, ആരാധനാ വിഷയമായിരുന്ന, സർവത്തിൻ്റെയും ആധാരമായിരുന്ന, സർവവും അവങ്കിലേക്കുമായി അവനിൽ നിന്നുമായിരുന്ന സർവശക്തനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഭൂമിയുടെ മധ്യത്തിൽ, ഇസ്രായേലിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഈ പൂമലയിൽ, അതുപോലെ ഈ വെസ്റ്റ് ബ്രദറൻ സഭ ക്രമീകരിച്ച സുവിശേഷ യോഗങ്ങളിലൂടെ ഇന്നും നാളെയും മറ്റന്നാളും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ആരെല്ലാം പ്രസംഗിച്ചാലും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാതെ കടന്നു പോകരുത്. ബൈബിൾ പറയുന്നു ഒരു സ്വർഗമുണ്ട് എന്ന്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ സ്വർഗമുണ്ട് എന്ന് കർത്താവ് പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു പിന്നീട് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിൻ്റെ 6-ാം വാക്യം കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എവിടേക്കാണ് ഈ വഴി? എന്താണ് ഈ സത്യം? എന്താണ് ഈ ജീവൻ? ഇത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആർക്കാണ് വഴി വേണ്ടത്? ആർക്കാണ് സത്യം നഷ്ടപ്പെട്ടത്? ആർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്? ഇങ്ങനെ നഷ്ടപ്പെട്ടവർക്കാണല്ലോ ഇത് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഞാൻ വന്നത് എന്തിനാണെന്നുള്ള അർത്ഥമാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം തന്നെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരാൽ അരുളി ചെയ്ത ബൈബിളിൽ നിന്ന് ഉദ്ഘോഷിക്കപ്പെടുന്ന ഈ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളതായിരുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വഴി തുറക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് വഴി തുറക്കേണ്ടതായിട്ട് വന്നു? എന്തുകൊണ്ട് യേശു ക്രിസ്തു ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വഴി തുറക്കേണ്ടതായിട്ട് വന്നു? എന്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരേണ്ടതായിട്ട് വന്നു? ഇവിടെ വന്ന മനുഷ്യർക്കെല്ലാം, ഇവിടെ വന്ന മനുഷ്യർ അവതരിപ്പിച്ച മനുഷ്യ ദൈവങ്ങൾക്കും മത നേതാക്കന്മാർക്കും മത പുരോഹിതന്മാർക്കും ലോകം അവതരിപ്പിച്ച ആർക്കും തന്നെ ഈ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള വഴി തുറക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വഴി തുറക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനെ കഴിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് വഴി തുറക്കേണ്ടതായിട്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം ഇവിടെയുണ്ട്. അത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും പൂമലക്കാർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും മനസ്സിലാകും എന്തുകൊണ്ട് സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ്, ദൈവത്തോട് സമത്വം വെടിഞ്ഞ്, അത്യുന്നതനായ അനശ്വരനായ ഈശ്വരൻ നിശ്വരന്മാരായ മനുഷ്യരുടെ അരിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തരുന്നത് ബൈബിളാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് വഴി ഒരുക്കേണ്ടതായിട്ട് വന്നു? അഖില മാനവരാശിയും വഴിതെറ്റിയ ഒരു ചരിത്രം ബൈബിൾ പറയുന്നുണ്ട്. ആ ചരിത്രത്തെ അറിയണമെങ്കിൽ ബൈബിളിലേക്ക് തന്നെ തിരിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏത് മതഗ്രന്ഥം നിങ്ങളെടുത്ത് പരിശോധിച്ചാലും മാനവരാശി വഴിതെറ്റിയ ചരിത്രത്തെ വിളിച്ചു പറയുന്ന മറ്റൊരു പുസ്തകമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ലോകത്തിലെ എല്ലാ മനുഷ്യരും വഴിതെറ്റി എന്നാണ് ബൈബിൾ പറയുന്നത്. പൂമലയിൽ നിങ്ങൾക്ക് എത്ര നല്ല വീടുണ്ടായാലും, നിങ്ങൾ എത്ര നല്ല മതഭക്തനായാലും, നിങ്ങൾ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും, നിങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായാലും, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, ഈ പന്തലിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സർവ്വ മനുഷ്യരും, ഈ പൂമലയിലുള്ള സർവ്വ മനുഷ്യരും, അഖില മാനവരാശി മുഴുവൻ വഴിതെറ്റിയ ജീവിതം നയിക്കുന്നവരാണെന്ന് മുഖത്ത് നോക്കി പറയുന്ന, വഴിതെറ്റിയവരാണെന്ന് പ്രസംഗിക്കപ്പെടുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അത് ബൈബിൾ. അഖില മാനവരാശിയും വഴിതെറ്റിയെന്നാണ് ബൈബിൾ വിശ്വപ്രഖ്യാപനം നടത്തുന്നത്. എവിടെ വെച്ചാണ് വഴിതെറ്റിയത്?
എങ്ങനെയാണ് വഴിതെറ്റിയത്? യെശയ്യാ പ്രവാചകനായ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുകയുണ്ടായി. 53-ാം അധ്യായത്തിൻ്റെ 6-ാം വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാവരും ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ആടുകളെ പോലെ വഴിതെറ്റിപ്പോയെന്നാണ് പറയുന്നത്. ഇതെവിടെ വെച്ചാണ് ഈ വഴിതെറ്റിയത്? പ്രിയപ്പെട്ടവരെ, വഴിതെറ്റിയത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണോ? ചോദ്യം. വഴിതെറ്റിയത് ഇവിടുത്തെ ഹിന്ദുക്കളാണോ? ചോദ്യമാണ്. വഴിതെറ്റിയത് ഇവിടുത്തെ ഇസ്ലാം സഹോദരന്മാരാണോ? അല്ല. ഇവിടുത്തെ ഒരു ജാതിയുമല്ല വഴിതെറ്റിയത്, ഒരു മതവുമല്ല വഴിതെറ്റിയത്, ഇവിടുത്തെ ഒരു സഭകളുമല്ല വഴിതെറ്റിയത്. പിന്നെ ആരാണ് വഴിതെറ്റിയത്? വഴിതെറ്റിയതിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു പുസ്തകം, അത് ബൈബിളാണ്. ആ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നാൽ മാനവരാശി വഴിതെറ്റിയ ഒരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. ആ ചരിത്രത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. ആ ചരിത്രം പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം എന്ന പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ 2ഉം 3ഉം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ ദൈവം മനുഷ്യൻ്റെ മുമ്പ് ആകെ ഒരു നിയമം വയ്ക്കുകയുണ്ടായി. എന്താണ് ദൈവം നിയമം വെച്ചത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്, ദൈവത്തെയല്ല. പ്രിയപ്പെട്ടവരെ, പച്ച മണ്ണ് കൊണ്ട് മെനഞ്ഞ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവത്തോടു കൂടെ ജീവിച്ച മനുഷ്യന് നിയമം കൊടുക്കുകയുണ്ടായി. ഒരു പഴം പറിച്ചു തിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ പഴം നിനക്ക് തിന്നാം, ഏത് പഴം വേണമെങ്കിലും തിന്നാം, പക്ഷേ ഈ പഴം നീ തിന്നരുതെന്ന് പറഞ്ഞത് ഒരു നിയമമായിരുന്നു, ദൈവത്തെ അനുസരിക്കുവാനുള്ളൊരു നിയമം. ആ നിയമത്തെ അവിടെ മനുഷ്യൻ ലംഘിക്കുകയുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. ആദ്യം ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദാം എന്ന ഈ ഭൂമലക്കാരുടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഖില മാനവരാശിയുടെയും ആദ്യ പിതാവ്, അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആദ്യ പിതാവ് എന്നോട് പാപം ചെയ്തു. ആദ്യ പിതാവ് ആരാണ് പ്രിയപ്പെട്ടവരെ? ആദ്യ പിതാവ് എന്ന് പറയുന്നത് ആരാണെന്നറിയണമെങ്കിൽ ഹോശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ ആദാം ചെയ്ത പോലെ നിയമത്തെ ലംഘിച്ചു. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിയമലംഘനം ചെയ്തത് ആദാമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ആദാം നിയമലംഘനം ചെയ്തതുകൊണ്ടാണ് മനുഷ്യനിലേക്ക് പാപം ഇരച്ചു കയറുകയുണ്ടായി. മനുഷ്യൻ പാപിയായി തീരുകയുണ്ടായി. മനുഷ്യൻ പാപത്തിന് അടിമയായി തീരുകയുണ്ടായി. മനുഷ്യനിലേക്ക് പാപം പ്രവേശിക്കുകയുണ്ടായി. ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം നഷ്ടപ്പെടുകയുണ്ടായി. ദൈവവുമായിട്ടുണ്ടായിരുന്ന അവൻ്റെ ആത്മബന്ധം നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു എന്നാണ് നാം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, യഥാർത്ഥത്തിൽ ആട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പാപം പരിലസിച്ച പാപപങ്കിലമായ ഭൂമിയിലേക്ക് ജീവിതം ആരംഭിച്ച മനുഷ്യനെ പരിശുദ്ധനായ ദൈവം അശുദ്ധനായ മനുഷ്യനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും വഴിതെറ്റിയ മനുഷ്യനെ, അശുദ്ധനായ മനുഷ്യനെ ആട്ടിക്കളയുണ്ടായി. അങ്ങനെ ദൈവസന്നിധിയിലേക്കുള്ള ആ മഹാവാതിൽ, ആ വാതിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ കഴിവുണ്ടായിരുന്ന മനുഷ്യനെ മഹത്വത്തെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കി ആ ഏദൻ തോട്ടത്തിൻ്റെ വാതിൽ ദൈവം കൊട്ടിയടക്കിയുണ്ടായി. ആ വാതിൽ തുറക്കുവാൻ പിന്നെ മാനവരാശി എത്രമാത്രം യാഗങ്ങളും യോഗങ്ങളും വഴിപാടുകളും നേർച്ചകളും എല്ലാം നടത്തിയിട്ടും ആ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിൽ തുറക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് വരെ ആ വാതിൽ അടഞ്ഞു തന്നെ കിടന്നു. ഇവിടെയുള്ള മതങ്ങൾ നിലവിളിച്ചിട്ടും, മനുഷ്യൻ പ്രമാണങ്ങൾ കൊണ്ടുവന്നിട്ടും, മനുഷ്യൻ പുരോഹിതന്മാരെ കൊണ്ടുവന്നിട്ടും, മറശീലയും തിരശീലയും തൂക്കി ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയാതെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് വാതിലിനെ കൊട്ടിയടക്കിയുണ്ടായി. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ വഴിതെറ്റിപ്പോകുകയുണ്ടായി. അതുകൊണ്ടാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ആ യാഥാർത്ഥ്യമാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. സകല മനുഷ്യരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കാറുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യമാണ്. അതാണ് മാനവരാശി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തുകൊണ്ട് സകല മനുഷ്യരിലേക്കും മരണം പടരുകയുണ്ടായി. അതുകൊണ്ടാണ് 14-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചാൽ സകല മനുഷ്യരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വേദഭാഗം
ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സകല മനുഷ്യരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു, എല്ലാ മനുഷ്യരും കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ നാം വായിച്ചു വരുമ്പോൾ അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ അന്ധബുദ്ധികളായി തീർന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്ന അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോയവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ, അന്ധബുദ്ധികളായി തീർന്നവർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ തന്നെ 19-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 4:19 അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ. അങ്ങനെ വഷളായിപ്പോയെന്നാണ് ബൈബിൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂമല എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരും വഷളായിപ്പോയി പ്രിയപ്പെട്ടവരെ. സകല മനുഷ്യരെയും പാപം ഗ്രസിക്കുകയുണ്ടായി, എല്ലാ മനുഷ്യരും പാപത്തിന് അടിമയായി മാറുകയുണ്ടായി. അതുകൊണ്ട് കൊള്ളാകുന്ന ഒരു മനുഷ്യനുമില്ല. ഇവൻ്റെ വസ്ത്രം കണ്ടാൽ നല്ല മനുഷ്യനാണെന്ന് തോന്നാം, ഇവൻ്റെ നടപ്പ് കണ്ടാൽ നല്ല മനുഷ്യനാണെന്ന് തോന്നാം പ്രിയപ്പെട്ടവരെ. ഇവൻ്റെ കാറ് കണ്ടാൽ ഇവൻ കേമനാണെന്ന് തോന്നാം, ഇവൻ്റെ വീട് കണ്ടാൽ ഇവൻ കൊള്ളാമെന്ന് തോന്നാം പ്രിയപ്പെട്ടവരെ. എന്നാൽ ദരിദ്രനെ കണ്ടാൽ നമുക്ക് അയ്യോ പാപം തോന്നാം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ബൈബിൾ എന്ന പുസ്തകം ഈ മനുഷ്യരെ എല്ലാം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിൻ്റെ തേജസ്സില്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോന്നു, എല്ലാവരും പാപികളായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന ഈ ദൈവവചനത്തിലൂടെ നാം യാത്ര ചെയ്താൽ ഇന്നിൻ്റെ മനുഷ്യരുടെ വീരഗാഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പാപിയായ മനുഷ്യൻ, പാപത്തിനടിമയായ മനുഷ്യൻ. അതാണ് 82-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവർക്ക് അറിവുമില്ല, അവർക്ക് ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ആത്മീകമായി അന്ധരായി തീർന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ, അവർ ഇരുട്ടിൽ നടക്കുന്ന മനുഷ്യൻ, പാപത്തിന് അടിമയായ മനുഷ്യൻ. എത്ര നല്ല മനുഷ്യനായാലും അവൻ പാപത്തിന് അടിമയാണ്. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് പാപമാണ്. ഇവിടെ കാണുന്ന കുലപാതകങ്ങളെല്ലാം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം പാപത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് പാപമല്ല, പാപത്തിൻ്റെ പ്രവൃത്തിയാണ്. പാപം ഉള്ളതുകൊണ്ടാണ് അവൻ കൊലപാതകം ചെയ്യുന്നത്, മോഷ്ടിക്കുന്നത് പാപം ഉള്ളിലുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള മോശമായ ജീവിതം അവൻ നയിക്കുന്നത് പാപം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇതൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ച് ഇവൻ നല്ല മനുഷ്യനെന്ന് ബൈബിൾ പറയുന്നില്ല. ഇതൊന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും ബൈബിൾ പറയുന്നത് മനുഷ്യൻ പാപി എന്നാണ് പ്രിയപ്പെട്ടവരെ. ഈ പാപിയായ മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിലെ പ്രവർത്തന തലങ്ങളിൽ അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് പത്രമാധ്യമങ്ങളിലൂടെ, TV മാധ്യമങ്ങളിലൂടെ നമ്മുടെ കൺമുമ്പിലെത്തുന്നത്. മൃഗത്തെക്കാളും ഹീനമായി അന്ധനായ മനുഷ്യൻ ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നത പടിക്കെട്ടുകൾ ചവിട്ടിക്കയറി അവൻ PhDകൾ വാരിക്കൂട്ടിയിട്ടും സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാതെ പീഡിപ്പിക്കുന്ന പിതാക്കന്മാരുടെ നാട് പ്രിയപ്പെട്ടവരെ. ഇതാണ് പാപത്തിൻ്റെ പ്രവൃത്തി. അവൻ സുബോധത്തോടെ ചെയ്യുന്നതാണ്. നിങ്ങൾ പത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ന്യൂസ് ചാനലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, സുബോധത്തോടെ സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്ന അമ്മമാരെ നമ്മൾ അവരുടെ പേരുകൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെ തറയിലടിച്ചു കൊല്ലുന്ന എത്രയോ മാതാപിതാക്കളുടെ വാർത്ത നാം വായിച്ചു കൂട്ടിയതാണ്. പത്രക്കെട്ടുകൾ, ആ നിലത്തിലുള്ള വാർത്തകൾ എൻ്റെ കയ്യിൽ ധാരാളമുണ്ട്. കാരണം ഞാനിതെല്ലാം നോക്കി കാണുകയും ആ നിലയിൽ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ഞാനിതെല്ലാം പരിശോധിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ 2021 കാലഘട്ടങ്ങളിൽ പത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട വർഷം 2021 മലയാള മനോരമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്താണെന്നറിയാമോ? അതുപോലെ ഈ അമ്മമാർ നൊന്ത് പ്രസവിച്ച പിഞ്ച് കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചു മൂടുന്ന യാഥാർത്ഥ്യത്തെ പത്രമാധ്യമങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊല്ലുന്ന അമ്മമാർ, കൊന്നതിന് ശേഷം പോലീസ് പിടിച്ചതിന് ശേഷം ഈ അമ്മമാർ പറയുന്ന വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ സാറേ, എനിക്ക് കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല, ഞാൻ കൊന്നുപോയി എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കൊല്ലണമെന്ന് ആഗ്രഹം ആർക്കുമില്ല, മോഷ്ടിക്കണമെന്ന് ആഗ്രഹം ആർക്കുമില്ല, മദ്യപിക്കണമെന്ന് ആഗ്രഹം ആർക്കുമില്ല, ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹം ആർക്കുമില്ല, മോശമായ ജീവിതം നയിക്കണമെന്ന് പൂമലയിൽ ആർക്കും ആഗ്രഹമില്ല. പ്രിയപ്പെട്ടവരെ, മോശമായ ജീവിതം നയിച്ച്
മദ്യപിച്ച് മതോന്മത്തനായി കുടുംബത്തിൽ കലാപമുണ്ടാക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും നന്നായി ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയ സ്നേഹിതരെ, അങ്ങനെ നന്നായി ജീവിക്കുവാൻ നിങ്ങൾ കാണുന്ന കൗൺസിലിംഗ് സെൻ്ററുകളോ മതങ്ങൾ അവതരിപ്പിച്ച ആചാരങ്ങളോ മതങ്ങൾ അവർ തരുന്ന പ്രമാണങ്ങളോ നിങ്ങൾ എത്ര പടവുകൾ ചവിട്ടിക്കയറിയാലും നിങ്ങൾ എന്തെല്ലാം ചെയ്താലും പ്രിയപ്പെട്ടവരെ, മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവന് നേരായി ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. കഴിയണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷേ അവന് കഴിയുകയില്ല. എൻ്റെ പ്രിയ സ്നേഹിതരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി മറ്റൊരു വ്യക്തിയെ കൊല ചെയ്യുകയുണ്ടായി. കൊല ചെയ്തതിന് ശേഷം ഒളിവിൽ പോയ ഈ സുഹൃത്തിനെ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പോലീസ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളെ കാണുവാൻ കടന്നു ചെന്നു. അപ്പോൾ ഈ സുഹൃത്തുക്കൾ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ കർണപുടങ്ങളിൽ ധ്വനിക്കുന്നുണ്ട്. അവരിങ്ങനെയാണ് പറഞ്ഞത്, ആ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കാലിൽ വീണിട്ട് അവർ ആ തെരുവോരത്ത് നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലയോ സാറേ, ഞങ്ങൾക്ക് കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ കൊന്നുപോയി. അതാണ് പാപം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല, പക്ഷേ പാപം നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. അതാണ് നാം ഇവിടെ കാണുന്ന പീഡനങ്ങളും അതുപോലെ മാനഭംഗങ്ങളും അതുപോലെ കൊലപാതകങ്ങളും മോഷണങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും എല്ലാത്തിൻ്റെയും പിന്നിലെ ചേതോവികാരം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. നിങ്ങൾ ജയിലുകളിൽ കിടക്കുന്ന ആളുകളോടൊന്ന് സമ്പാദിച്ചു നോക്കുക. എനിക്കുമുണ്ട് സുഹൃത്തുക്കൾ, ഞാനും അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കൊലപാതകികളായവർ, മോഷ്ടാക്കൾ, ഇവരെല്ലാം എന്നോടും പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ബിജു, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല, ചെയ്തു പോയി. ഇതാണ് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ ശക്തി. അത് ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ആപാത ചൂടം മനുഷ്യരും പാപത്തിലാണ്. എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ കീഴിലാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വഴിതെറ്റിപ്പോയ മനുഷ്യൻ, ഇങ്ങനെ ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരും വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. ഇങ്ങനെ വഴിതെറ്റി നടക്കുന്ന ഈ മനുഷ്യനെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കണം. അതിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ ഈ വഴിതെറ്റിയ ഈ പാപം നിറഞ്ഞ ഈ ലോകത്ത് പാപികളായ മനുഷ്യരെ നീതിയിലേക്ക് നയിക്കുവാൻ, അവരെ സുബോധത്തിലേക്ക് നയിക്കുവാൻ, അവരുടെ ആത്മീക അന്ധത മാറ്റുവാൻ, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നയിക്കുവാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് പാപികളായ മനുഷ്യരെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാനാണ്. യഥാർത്ഥത്തിലുള്ള വഴി ഞാനാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം. ആ പ്രസംഗം തന്നെയാണ് ഈ 21 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന പ്രസംഗം. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ പാപിക്ക് പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരേ ഒരു വഴി. ആ വഴിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ഈ പാപിയായ മനുഷ്യൻ്റെ മുമ്പാകെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വന്ന കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ രണ്ടാം വാക്യവും 3-ാം വാക്യവും നാം ശ്രദ്ധിച്ചാൽ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വരികയുണ്ടായി. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നാം വായിച്ചാൽ അവിടെ കർത്താവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നാം വായിച്ചാൽ അവിടെ കർത്താവായ യേശുക്രിസ്തു വന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മറിയ ചോദിക്കുന്ന ദൂതനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞെങ്ങനെ ഉരുവായി തീരുമെന്നാണ് അല്ലയോ ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ മറിയ ചോദിച്ചത്. അതിന് ഉത്തരമായിട്ടാണ് ദൂതൻ പറഞ്ഞത്: അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് പാപരഹിതനായ കർത്താവായ യേശുക്രിസ്തു, സർവത്തിൻ്റെ ഉടയവനായ പിതാവിൻ്റെ ഭവനത്തിലെ ആരാധ്യനായിരുന്ന യേശുക്രിസ്തു ഈ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് പിറക്കുകയുണ്ടായി. കർത്താവായ
യേശുക്രിസ്തു മാത്രമാണ് പുരുഷനിൽ നിന്ന് ജനിക്കാതെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് വന്നത്. ഈ ലോകത്തിൽ ജനിച്ച പുരുഷനിൽ നിന്ന് ജനിച്ച മനുഷ്യരെല്ലാം പാപത്തിൽ ജനിച്ചവരാണ്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഉരുവായി തീരുമ്പോൾ തന്നെ പാപവും മരണവും അവനെ പിടികൂടുന്നു. ഇങ്ങനെ പാപവും മരണവും അവനെ പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ പാപത്തിലാണ് ജനിക്കുന്നത്, പാപത്തിലാണ് വളരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ മനുഷ്യൻ ജന്മനാ പാപിയാണ്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനുഷ്യൻ പാപിയായി ജനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപത്തിലാണ് ജനിക്കുന്നത്. പുരുഷനിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞാൽ ആ പുരുഷനിൽ നിന്ന് അമ്മയിലൂടെ ജനിക്കുന്ന ലോകത്തിലെ സർവ്വ മനുഷ്യരും പാപികളായി ജനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പുരുഷബന്ധം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായി തീരുകയുണ്ടായി. അങ്ങനെ ഉരുവായി തീർന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്, അവൻ പാപരഹിതനായി ജനിച്ചു, അവനിൽ പാപമില്ല. വിശദീകരിക്കുന്നില്ല. അതിൻ്റെ തെളിവാണ് കർത്താവായ യേശുക്രിസ്തു പരീക്ഷണാർത്ഥം സാത്താൻ്റെ മുമ്പാകെ നയിക്കപ്പെട്ടപ്പോൾ അവിടെ യേശുക്രിസ്തുവിന് പാപത്താൽ മോഹിപ്പിക്കുകയുണ്ടായി, വിശപ്പിനാൽ മോഹിപ്പിക്കുകയുണ്ടായി, അധികാരത്താൽ മോഹിപ്പിക്കുകയുണ്ടായി, ആരാധനയാൽ മോഹിപ്പിക്കുകയുണ്ടായി. നമ്മളൊക്കെയാണെങ്കിൽ മോഹത്തിൽ വീണുപോകും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ അന്തർഭാഗം താൻ പരിശുദ്ധനാകയാൽ, പാപം അകത്തില്ലായകയാൽ, നമുക്കൊക്കെ പാപം ഉള്ളിലുള്ളത് കൊണ്ട് മോഹത്തിൽ വീണ് പാപം ചെയ്തു പോകും. യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ പാപമില്ലായകയാൽ താൻ പാപത്തെ ജയിക്കുകയുണ്ടായി, സാത്താനെ തോൽപ്പിക്കുകയുണ്ടായി. ശേഷം യേശുക്രിസ്തു 8-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം, അവിടെ യേശുക്രിസ്തു ചോദിക്കുകയുണ്ടായി, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പ്രിയപ്പെട്ടവരെ, ലോകം ഇന്നയോളം കണ്ട എത്രയോ നേതാക്കന്മാർ, രാജാക്കന്മാർ എല്ലാം പരിശോധിച്ചു നോക്കി. യേശുക്രിസ്തുവിന് അവനിൽ പാപം കണ്ടിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആപാദചൂടം പരിശോധിച്ചാൽ അവനിൽ പാപമില്ല. ജന്മനാൽ പാപരഹിതനായവൻ, പാപം തീണ്ടാത്തവൻ തന്നെയല്ല. അങ്ങനെ പാപം തീണ്ടാത്തവനായ കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ പാപിയായ മനുഷ്യനെ യഥാർത്ഥമായ വഴിയിലേക്ക് നയിക്കുവാൻ വന്നവൻ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ മാത്രമേ ഉള്ളൂ വഴി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പാപത്തിൽ ജനിച്ചിരിക്കട്ടെ. പാപത്തിൽ ജനിച്ച മനുഷ്യരെ രക്ഷിക്കാൻ ഒരു പാപിക്ക് കഴിയുകയില്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ വഴി തുറക്കുവാനായിട്ട് വന്നവനാണ്. എവിടെ വഴി തുറക്കുവാൻ എന്ന് പറഞ്ഞാൽ ഈ അടയ്ക്കപ്പെട്ട വാതിൽ, പാപിയായ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയാതിരിക്കുന്ന ഈ വാതിൽ എന്ന് പറഞ്ഞാൽ, പാപിയായ മനുഷ്യൻ മരിച്ചാൽ, ഞാൻ നരകത്തെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പറയുകയുണ്ടായി, ആ നരകത്തിലേക്ക് നിബന്ധിക്കുന്ന മനുഷ്യനെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. ആയതിനാൽ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനും പാപമോചനം കൊടുക്കുവാനും ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നയിക്കുവാനും ഇവിടെ ഒരു പുണ്യസ്ഥലം ഇല്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. ഇവിടെ ഒരു പുണ്യവാളന്മാരും ഇല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പാപമോചനം കൊടുക്കുന്ന ഒരു പുണ്യസ്ഥലവും ഒരു മലയും ഒരു മനുഷ്യൻ പടുത്തുയർത്തിയ ഒരു സമുച്ചയങ്ങളിലെ പ്രാർത്ഥനകൾ കൊണ്ടോ മനുഷ്യന് പാപമോചനം ലഭിക്കുകയില്ല എന്നാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതാണ് കർത്താവായ യേശുക്രിസ്തുവും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാതിൽ തുറക്കുവാനായിട്ട് ഞാൻ പോകുകയാണ്, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അഖില മാനവരാശിക്കും വേണ്ടി സ്ഥലമൊരുക്കുവാൻ കാൽവറിയുടെ ക്രൂശിലേക്ക് പോകുകയാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കണം. മതങ്ങൾ അടച്ചിട്ടിരിക്കുന്ന, പ്രമാണങ്ങൾ കൊണ്ട് പൂട്ടിക്കെട്ടിയിരിക്കുന്ന ഇവിടുത്തെ സർവ്വ ആരാധനാലയങ്ങളുടെ തിരശീലകളും കീറപ്പെടണം. എല്ലാ പുരോഹിത വർഗങ്ങളെയും അകഞ്ഞു മാറ്റിക്കൊണ്ട് മാനവരാശിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കണമെങ്കിൽ ഞാൻ അതിന് വഴി തുറക്കുവാനായിട്ട് പോകുകയാണ്. അതെവിടേക്കാണ് ഞാൻ പോകുന്നത്? ആ പോകുന്ന സ്ഥലമാണ് പറഞ്ഞ, ആ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അഖില മാനവരാശിക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ വന്ന സാഹചര്യം, മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നിൽക്കുവാൻ ഒരിടം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യൻ എവിടെ ചെന്ന് നിൽക്കും? എല്ലാ ദേവാലയങ്ങളിലും മധ്യസ്ഥന്മാരെ സ്ഥാപിച്ചില്ലേ? എല്ലാ മലകളിലും ആ മധ്യസ്ഥന്മാരെ സ്ഥാപിച്ചില്ലേ? എവിടെ ചെന്നാലും നേരിട്ട് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത പച്ച മനുഷ്യൻ, പാപിയായ മനുഷ്യൻ. ഈ പാപിയായ മനുഷ്യന് പാപമോചനം കൊടുക്കുവാൻ കിണഞ്ഞു ശ്രമിക്കുന്ന മതങ്ങൾ എല്ലാവരും പരാജയപ്പെടുന്നു. സമാധാനമില്ലാത്ത മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാത്ത മനുഷ്യൻ, സന്തോഷമില്ലാത്ത മനുഷ്യൻ, അതുപോലെ അവർ സംസ്ഥാനങ്ങൾ താണ്ടി പാപമോചനത്തിന് വേണ്ടി
യാത്ര ചെയ്യുന്ന മനുഷ്യൻ, രാജ്യങ്ങൾ താണ്ടി പാപമോചനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന മനുഷ്യൻ, എവിടെ പാപമോചനം, എവിടെ യഥാർത്ഥ സമാധാനം? പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ അത് ഒരു ഇടത്ത് നൽകുവാൻ കഴിയുകയില്ല, ഒരു വ്യക്തിക്ക് നൽകുവാൻ കഴിയില്ല. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു പ്രതിപാദിക്കുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുകയാണ്. ആ പറഞ്ഞ കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത്. സ്ഥലമൊരുക്കുവാൻ എവിടേക്ക് പോകുന്നു? കാൽവറിയുടെ ക്രൂശിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. അങ്ങനെ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു സ്ഥലമൊരുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അഖില മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പൂമലക്കാരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ, പാപിയായ മനുഷ്യൻ്റെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് യഥാർത്ഥമായ ജീവൻ കൊടുക്കുവാൻ, യഥാർത്ഥമായ സത്യത്തിലേക്ക് അവനെ മടക്കി വരുത്തുവാൻ, വിശദീകരിക്കുന്നില്ല, യഥാർത്ഥമായ വഴിതെറ്റിപ്പോയ മനുഷ്യനെ യഥാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു അന്ന് രാത്രി നാം ബൈബിൾ വായിക്കുന്നത് ഗെത്സമന തോട്ടത്തിലേക്ക് പോയെന്നാണ്. ഗെത്സമന തോട്ടത്തിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തു അഖില മാനവരാശിയുടെയും പാപം വഹിക്കപ്പെടുകയുണ്ടായി. അവിടെ പിതാവിനോട് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയുണ്ടായി, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വഴിതെറ്റിപ്പോയ മനുഷ്യനെ, പാപിയായ മനുഷ്യനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന പുത്രൻ, ആ പുത്രൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ കഠോര വിഷം, ആ കാളകൂട വിഷം ചുമത്തപ്പെട്ടപ്പോൾ അന്ന് രാത്രി ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശു ക്രിസ്തു പറയുകയുണ്ടായി, അല്ലയോ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല